എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ സമയം ഒരിക്കൽ തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ ഒരിക്കൽ നല്ല ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കണ്ട കേട്ടല്ലോ. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായിട്ട് മറ്റും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ടൊക്കെ അയക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെയൊക്കെ ആഴം ഞാൻ തീർച്ചയായും ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായിട്ട് അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുമൊക്കെ എത്രയും വേഗം പരിഹരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് അനിഴം നക്ഷത്രത്തിൻ്റെ ജീവിത വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അനിഴം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചെളിയിൽ വിരിഞ്ഞ താമര ഒരു നല്ലൊരു വിശേഷണമായിരിക്കും അല്ലേ. അതായത് വേദജ്യോതിഷത്തിലെ ഏറ്റവും സുന്ദരമായ നക്ഷത്ര സമൂഹങ്ങളിലൊന്നാണ് അനിഴം. അതിൻ്റെ അടയാളമായ താമര ഒരു ആത്മാവിൻ്റെ ജീവിതയാത്രയെ പൂർണ്ണമായിട്ട് പ്രതിനിധീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ താമരയുടെ കാര്യം അറിയാമല്ലോ, ചെളിയിലൊക്കെ വളരുമ്പോഴും അതിൻ്റെ മാലിന്യങ്ങളൊന്നും ഏക്കാതെ അതീവ സൗന്ദര്യത്തോടു കൂടിയാണ് ആ താമര വിരിഞ്ഞു വരുന്നതല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ ജീവിതത്തിലെ ഇരുണ്ട പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ അനിഴം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ദൈവിക ശക്തിയുണ്ട് എന്നുള്ളതാണ്. ഇത് അനിഴം നക്ഷത്രത്തിലുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരത് മനസ്സിൽ വെച്ചോളും. നിങ്ങളുടെ വളരെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയോ അത് അറിയിക്കുക. അതവർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകും. പ്രത്യേകിച്ച് അവരെന്തെങ്കിലും കാര്യത്തിൽ പകച്ചു നിൽക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനി അതിജീവനത്തിൻ്റെ ഒരു കരുത്ത്, അതാണ് സംഭവം. അതായത് ആഴങ്ങളിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനിഴത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. അതുപോലെ ഈ ശനി ഭരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൻ്റെ തുടക്കം അല്പം കഠിനമൊക്കെ ആയിരിക്കും, എന്നാൽ ഒടുക്കം അതിഗംഭീരമായിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. മനസ്സിലായില്ല? അതായത് അവരുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ അവർക്കൊരു അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ കഠിനമായ വഴികളിലൂടെ അവർക്ക് സഞ്ചരിക്കേണ്ടിയൊക്കെ വന്നേക്കാം. പക്ഷേ അത് എങ്ങനെ പോയാലും ഒടുവിൽ അവർ ഉന്നതമായ വിജയങ്ങളിലും സ്ഥാനങ്ങളിലും ഒക്കെ എത്തിച്ചേരും എന്നുള്ളത് ഒരു സംശയമില്ല. കാരണം ഞാൻ പല അനിഴക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ഒരു വിദ്യാഭ്യാസപരമായിട്ട് പോലും അത്ര വലിയ ഒരു ക്വാളിഫിക്കേഷനിൽ ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഉയർന്ന മാർക്കുകളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോലും അവരുടെ ആ കഴിവും അവരുടെ സർഗാത്മകതയും ഒക്കെ കൊണ്ട് അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള കുറച്ച് ആളുകളെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. അതിൽ പറയുന്ന പോലെ തന്നെയാണ് അത് കാര്യങ്ങൾ കേട്ടോ. ഇനി ഇതിഹാസ ബന്ധവുമായിട്ടൊക്കെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിലെ കർണനെ ഓർക്കുക. അദ്ദേഹത്തിന് അർഹമായ പലതും നിഷേധിക്കപ്പെട്ടല്ലേ. അദ്ദേഹം കഴിവില്ലാത്ത വളരെ കഴിവുള്ള ഒരാളായിട്ടാണ് മഹാഭാരതത്തിൽ അദ്ദേഹത്തെ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അർഹമായ പലതും നിഷേധിക്കപ്പെട്ടതായിട്ടാണ് മഹാഭാരതത്തിൽ പറയുന്നത്. നിരന്തരമായ അവഗണന അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു അല്ലേ. എന്നിട്ടും അദ്ദേഹം തൻ്റെ കഴിവിലും സത്യസന്ധതയിലുമൊക്കെ ഉറച്ചു നിന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു ചരിത്രത്തിൽ തന്നെ ഒരു ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു വീരനാണല്ലേ ശരിക്കും. അപ്പം അതുപോലെ തന്നെ കർണനെ പോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം. അത് നിങ്ങൾ നിരന്തരമായ സമരങ്ങളിലൂടെ അല്ലെങ്കിൽ ജീവിതത്തോടുള്ള പടവെട്ടി നിങ്ങൾ വിജയിച്ചാണ് നിങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിട്ട് നിങ്ങളതിനെ കൂട്ടുക. ഒട്ടും നിങ്ങൾ പുറകോട്ട് നോക്കണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊള്ളുക. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇനി ആധുനിക കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ എബ്രഹാം ലിങ്കൺ, അദ്ദേഹം ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും ഒക്കെ നിരവധി പരാജയങ്ങൾ നേരിട്ട ഒരാളാണ്. എന്നിട്ടും അമേരിക്കയുടെ ഏറ്റവും മികച്ച പ്രസിഡൻ്റായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നില്ലേ. പരാജയപ്പെട്ടതിലല്ല, അദ്ദേഹം പരാജയത്തിൽ തളർന്നിരിക്കുന്നതിലാണ് അദ്ദേഹം എപ്പോഴും ആശങ്കപ്പെട്ട് കൊണ്ടിരുന്നത്. ഇനി അതുപോലെ തന്നെ പ്രചോദനകരമായ ചിന്തകൾ. അനിഴം നക്ഷത്രക്കാർക്കൊരു അല്ലെങ്കിൽ നോ എന്നുള്ളൊരു വാക്ക് ഒരിക്കലും ഒന്നിൻ്റെ അവസാനമല്ല. അവരെവിടെയെങ്കിലും എന്തെങ്കിലും പോയാലൊരു നോ അവർക്ക് എവിടെയെങ്കിലും കിട്ടിയെന്ന് വെച്ചിട്ടെ, അതൊരിക്കലും അവരുടെ ഒരു ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല. അതിലും വലുത് അവരുടെ ജീവിതത്തിലേക്ക് വരും, അല്ലെങ്കിൽ അതൊരു വലിയ വിജയത്തിലേക്കുള്ള മറ്റൊരു വഴി മാത്രമായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങളൊക്കെ നേരിട്ടാൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോളുക കേട്ടോ. ഇനി സൗഹൃദത്തിൻ്റെ ഒരു മാതൃകതയെപ്പറ്റി പറയുകയാണെങ്കിൽ കൂട്ടായ്മയുടെ ദേവൻ, അതായത് നിങ്ങളുടെ ദേവൻ തന്നെ മിത്രൻ എന്ന് പറയുന്ന ദേവനാണ്.
കേട്ടോ, അത് മിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അത്. അത് സൗഹൃദത്തിൻ്റെ ദേവനാണ്. അപ്പം ഒരു പൊതു ലക്ഷ്യത്തിനായിട്ട് ആളുകളെ ഒന്നിപ്പിക്കാനുള്ള ഒരു അപൂർവമായ കഴിവുണ്ട്. അതായത് നിങ്ങളൊരു കമ്പനി ആരംഭിക്കുക, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നിരവധി ആളുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രോജക്റ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വലിയൊരു കഴിവുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് നേതൃസ്ഥാനത്തേക്കുള്ള വന്ന് നിങ്ങൾ ഒരിക്കലും അത് എടുക്കാതിരിക്കരുത്. അതുപോലെ തന്നെ ബിസിനസ്സുകളൊക്കെ തുടങ്ങി വിജയിപ്പിക്കാനൊക്കെ അത് ആവശ്യമാണല്ലോ. അതിലൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് ഈ മിത്രഭാവത്തിൻ്റെ ഒരു കാര്യം നമ്മൾ മഹാഭാരതത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പം രാമായണത്തിൽ ശ്രീരാമനും സുഗ്രീവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കുന്നു. അത് അവർ വളരെ ആത്മാർത്ഥമായ മിത്രങ്ങളായിരുന്നു അല്ലേ. ആ സൗഹൃദത്തിലൂടെയാണ് അത് സമുദ്രം കടക്കുക എന്നുള്ള അസാധ്യമായ ഒരു കാര്യം സാധ്യമായതല്ലേ. സമുദ്രം കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടേറിയ ജോലിയാണല്ലേ. ആ സൗഹൃദത്തിലാണത്, ആ സുഹൃത്തിന് വേണ്ടി അത് ചെയ്തപ്പോഴാണല്ലേ അതുപോലെ നിങ്ങളുടെ വിജയം ഒരിക്കലും ഒറ്റയ്ക്കുള്ള യാത്രയല്ല. നിങ്ങൾ പ്രചോദനം നൽകുന്ന വ്യക്തികളിലും നിങ്ങൾ പടുത്തുയർത്തുന്ന ബന്ധങ്ങളിലുമാണ് അത് ഒളിഞ്ഞിരിക്കുക. അതായത് നിങ്ങൾ തന്നെ ആളുകളെ പ്രചോദിപ്പിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പൊരുതുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആളുകളെ റെഡിയാക്കി അവരിലൂടെ ആയിരിക്കും നിങ്ങൾ വിജയം നേടുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പ്രസ്ഥാനമോ എന്തെങ്കിലും കമ്പനികളോ അല്ലെങ്കിൽ ഈവൻ രാഷ്ട്രീയത്തിലോ ഒക്കെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഉന്നത വിജയം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾ വേണ്ട കേട്ടോ. ഇനി നമ്മൾ അതിനകത്ത് ജനിച്ച ചില പ്രശസ്ത വ്യക്തിത്വങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം അനിഴ നക്ഷത്രക്കാരനാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ജനതയെ ഒന്നിപ്പിക്കാനും അതോടൊപ്പം തന്നെ ആഗോളതലത്തിലൊക്കെ സഖ്യങ്ങൾ രൂപീകരിക്കാനും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ടില്ലേ. അതാ ഒരു പ്രത്യേകതയാണത്. ഇനി ബലഹീനതയെ വിവേകമാക്കി മാറ്റുക എന്നുള്ള ഒരു കാര്യമാണ്. അതായത് എല്ലാ നക്ഷത്രങ്ങൾക്കൊക്കെ ഒരു നിഴൽ വശം, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു കുറച്ച് മോശമായ ഒരു വശവും കൂടെ ഉണ്ടാവും. അത് അനിഴത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏകാന്തതയോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തോന്നലോ ഒക്കെയാണ്. അതാണ് അവർക്കുണ്ടാകുന്ന ഒരു വിഷമം അവർക്കുണ്ടാകുന്നത് കേട്ടോ. അപ്പം അവർ ഓർക്കേണ്ട ഒരു കാര്യം, ആഴത്തിലുള്ള വേരുകൾ ഇരുട്ടിലാണ് വളരുന്നതെന്ന് ഓർക്കുക. നിങ്ങളുടെ ഒറ്റപ്പെട്ട ചിന്തകൾ ഒരു പോരായ്മയൊന്നുമല്ല, മറിച്ച് അറിവ് സമ്പാദിക്കാനുള്ള ഒരു ഘട്ടമാണത്. അതായത് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ആഴത്തിലുള്ള വിവേകം നിങ്ങൾ നേടിയെടുക്കുന്നത് ഈ ഒരു സമയത്താണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവഗണനയോ അതുപോലെ അങ്ങനെയൊക്കെ തോന്നി ഒറ്റപ്പെടലൊക്കെ തോന്നിയാൽ നിങ്ങളത് നിങ്ങളുടെ ആശയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി ആ ഒറ്റപ്പെടൽ സമയം ഉപയോഗിക്കുക. അതിൽ കൂടെ നിങ്ങൾ ചിന്തിക്കാൻ പോലും അല്ലാത്തൊരു തലത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. ഇനി നമുക്കൊരു വേറൊരു കാര്യം കൂടെ നമ്മൾ വളരെ രസകരമായൊരു കാര്യം കൂടെ ഞാൻ പറയാൻ കേട്ടോ ഇതിൻ്റെ കൂടെ ചേർന്ന്. പൊതുവെ നമുക്ക് പറയാൻ ഒരു ലേറ്റ് ബ്ലൂമർ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് എന്ന നേട്ടം. അതായത് ശനിയാണ് നിങ്ങളുടെ വഴികാട്ടി. അതിനാൽ അദ്ദേഹം നിങ്ങളെ സമയത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ചൈനീസ് മുളയെ പറ്റി ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഈ ചൈനീസ് മുള 5 വർഷം കാലത്തോളം അതിനെ നട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പുറത്തേക്ക് വരില്ല, ഒട്ടും അത് പുറത്തേക്ക് കാണിക്കില്ല, വളരെ ചെറിയൊരിതേ ഉള്ളൂ. പക്ഷെ അത് 5 വർഷം കഴിയുമ്പോൾ വെറും 6 ആഴ്ച കൊണ്ടത് 80 അടി ഉയരത്തിൽ വരെ അത് വളരും. എന്ന് വെച്ചാൽ അതിങ്ങനെ ഊർജ്ജം സംഭരിച്ചിങ്ങനെ ഇരിക്കുകയാണ്, പിന്നെ അങ്ങോട്ടൊരു വളർച്ചയാണ്. അപ്പം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാ അനിഴ നക്ഷത്രക്കാരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നന്നായിരിക്കും. അതുപോലെ നിങ്ങളുടെ യാത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ 20കൾ, അതായത് നിങ്ങളുടെ ഓരോ വയസ്സുകളും നിങ്ങളുടെ സുവർണ്ണ കാലങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ 20കളൊക്കെ ഒരു കാത്തിരിപ്പ് പോലെ തോന്നാം. അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടിത്തറ ബലപ്പെടുത്തുന്ന ഒരു സമയമാണത്. അന്നേരം ചിലപ്പോൾ വലിയ പുരോഗതിയൊന്നും കണ്ടെന്ന് വരില്ല. അതായത് 30കളുടെ മധ്യത്തിലും 40കളിലുമൊക്കെ നിങ്ങളൊരു വിജയി മാത്രമല്ല, ആ മേഖലയിലെ അനിഷേധ്യമായ ഒരു അധികാര ശക്തിയായിട്ട് നിങ്ങൾ മാറുമെന്നുള്ളതാണ്. മനസ്സിലായില്ല? നിങ്ങളൊരു കേവലം ഒരു ശിശുവായിരിക്കും ചിലപ്പോൾ ആ ഒരു 20കളിലൊക്കെ. അപ്പോൾ പക്ഷേ നിങ്ങൾ 30കളിലും 40കളിലും ആകുമ്പോൾ നിങ്ങൾ ഏത് മേഖലയിലാണോ ഉള്ളത് അവിടെ വെറും ഒരു പ്രസൻസ് അല്ല, നിങ്ങൾ അനിഷേധ്യമായൊരു അധികാര ശക്തിയായിട്ട് അവിടെ മാറും എന്നുള്ളതാണ്. അവിടെ വെന്നിക്കൊടി നിങ്ങൾ പാറിച്ചിരിക്കും, അത് ഉറപ്പായൊരു കാര്യമാണ് കേട്ടോ. ഇനി ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വൃശ്ചികം രാശിയിലാണ് നിങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരവും വികാരങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കുണ്ടാകുന്ന ടെൻഷനൊക്കെ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അതൊന്നും ബാധിക്കാതെ നിങ്ങളുടെ ആരോഗ്യമൊക്കെ നന്നായിട്ട് വച്ചോളൂ. നിങ്ങളുടെ ടെൻഷനൊന്നും അടുപ്പിച്ച് നിങ്ങളുടെ ആരോഗ്യമൊന്നും കളയരുത് കേട്ടോ. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് പറയാം 2 ചെന്നായകൾ തമ്മിൽ നിരന്തരമായ യുദ്ധം നടക്കുന്നുണ്ടെന്ന് പറയാം ഏതൊരു മനുഷ്യൻ്റെ മനസ്സിനുള്ളിലും അല്ലേ. അതോ ഒന്ന് ദേഷ്യവും പോലെയുള്ള അവസ്ഥയും മറ്റൊന്ന് സമാധാനവും ആരോഗ്യ ഉള്ള രീതിയിൽ. അപ്പോൾ അതിനകത്ത് രണ്ടും തമ്മിൽ എപ്പോഴും ഒരു കൊളീഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്.
അപ്പോൾ അനിഴ നക്ഷത്രക്കാർ അതിൽ ഏറ്റവും നന്നായിട്ട് എപ്പോഴും നോക്കേണ്ട അവരുടെ ശാന്തതയാണ്. അവരതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവർക്ക് ദേഷ്യമൊക്കെ ആരുടെങ്കിലൊക്കെ തോന്നിയാൽ അതങ്ങോട്ട് മാറ്റി വെച്ച് ശാന്തതയിൽ വന്നിട്ട് അവർ ഉയർച്ചയിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തോളൂ. അത് അവർക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് വരും ദേഷ്യവും ഒക്കെ അവർ കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം മോശമാകും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. ഇനി ധാരാളം വെള്ളം കുടിക്കാം. അതുപോലെ വിശ്രമിക്കുന്നതൊക്കെ എപ്പോഴും പ്രോപ്പറായിട്ട് നിങ്ങൾ പോയിട്ട് വിശ്രമമൊക്കെ എടുത്തോളുക കേട്ടോ. അത് നിങ്ങളുടെ ശരീരത്തിനും അതോടൊപ്പം മനസ്സിനും ഒക്കെ ആവശ്യമാണ്. കാരണം ശരീരത്തിൻ്റെ പ്രശ്നം മനസ്സിനെ ബാധിക്കും, മനസ്സിൻ്റെ പ്രശ്നം ശരീരത്തിനെ ബാധിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ ഇത് കേട്ടോ. അപ്പം നമ്മളിപ്പം നിങ്ങളുടെ ഉള്ളിലൊരു താമര ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ ശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെളി നീക്കം ചെയ്യുന്ന പോലെയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇനി ആത്മബന്ധങ്ങൾ പറ്റി പറയുകയാണെങ്കിൽ ആഴത്തിലുള്ള കൂട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യം എന്നൊക്കെ പറയുന്നുണ്ട്. വെറും ഒരു കരാറ് മാത്രമല്ല, അതൊരു ആത്മീയമായൊരു പങ്കാളിത്തം കൂടിയാണ്. അത് ഉദാഹരണത്തിന് നിങ്ങളുടെ ഉപരിപ്ലവമായ സൗന്ദര്യത്തിനപ്പുറം നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കുന്ന ഒരാളെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതായത് നിങ്ങളുടെ ഒരു ലുക്കിലൊക്കെ നോക്കിയിട്ട് ആകർഷിച്ച് വരുന്ന ഒരാളെ അല്ല നിങ്ങൾ എടുക്കേണ്ടത്. പകരം നിങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ, ആ ഒരു സ്വഭാവത്തിന് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും വന്നാലായിരിക്കും നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതായത് നിങ്ങൾ വിരിഞ്ഞൊരു താമരയായിട്ട് നിൽക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ചെളിയിലൊരു വിത്തായിട്ട് കിടക്കുമ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറായ ഒരാളായിരിക്കണം അത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ പ്രവർത്തനങ്ങൾക്ക് അതൊരു ഊർജ്ജം പകരുകയും അതോടെ നിങ്ങളുടെ ആ ഒരു വളർച്ചയ്ക്ക് അത് കൂടുതൽ മുതൽക്കൂട്ടാവുകയും ചെയ്യാൻ സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി വേറെ ചില ആളുകളുണ്ട് നമ്മുടെ അനിഴ നക്ഷത്രത്തിലുള്ളത്. ജിമ്മി കാർട്ടർ, അദ്ദേഹം സമാധാനത്തിനും നയതന്ത്രത്തിനും ഒക്കെ മുൻഗണന നൽകിയ ലോക നേതാവാണ്. അതുപോലെ തന്നെ ജോഡി ഫോസ്റ്റർ എന്ന് പറയുന്ന അമേരിക്കൻ ആക്ട്രസ് വളരെ പ്രശസ്തിയായിരുന്നു. 40കളിലൊക്കെ ആണ് അവർ ജനിച്ചത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വളരെ രസകരമായൊരു കോട്ട് പറയാം. ഇത് മറ്റേ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ എന്ന് പറയുന്ന കവിയുടെ ഒരു വിഖ്യാതമായിട്ടുള്ള ഇതാണ്. അതിൻ്റെ ഒരു മലയാളത്തിലേക്ക് ഇത് പരിവർത്തനം ചെയ്താൽ, ഈ വനങ്ങൾ മനോഹരവും ഇരുണ്ടതും ആഴമേറിയതുമാണ്. എങ്കിലും എനിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കാതങ്ങൾ താണ്ടുവാനുണ്ട്. ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഓക്കെ, നിങ്ങളത് കേട്ട് കാണുമായിരിക്കും അല്ലേ? അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഓർക്കുക. അപ്പോൾ അനിഴ നക്ഷത്രത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരാളാവുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വിശ്വസ്തത എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പവറാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ക്ഷമ ഒരു മഹാശക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുളം എത്ര ഇരുണ്ടതായാലും അവിടെ നിന്ന് താമര വിരിയുന്ന പോലെ എത്ര വീണു പോയാലും നിങ്ങൾ ഉയർത്തെഴുന്നേക്കാൻ വേണ്ടി ജനിച്ചവനാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ നക്ഷത്രത്തൊക്കെ ഉള്ളവർ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്തെങ്കിലും ദുഃഖങ്ങളിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട. നാളെ നിങ്ങൾക്കൊരു മികച്ച നാളെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകർ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കൊക്കെ ആയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താറുണ്ട്. ഞാൻ തീർച്ചയായിട്ടും കഴിവതും വേഗം അതിനെല്ലാം മറുപടി വിശദമായിട്ട് തന്നെ കൊടുക്കാറുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ അതിനുള്ളൊരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അവരുടെ പ്രശ്നങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ മറ്റുള്ളവരത് കാണുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്കളുടെയോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളുടെയോ ഒക്കെ ഭാവി സംബന്ധമായ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മദിനം, ജനന സമയം, ജന്മസ്ഥലം, എന്താണ് പരിശോധിക്കേണ്ട വിഷയം എന്നിവ ദയവായി സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ അയച്ചാലും മതി. ഈ മെയിലായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് മറുപടി തരാം. അപ്പോൾ നിങ്ങൾ യാഹൂ പോലുള്ള മെയിലിൽ നിന്നാണ് അയക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ അയക്കുന്ന റിപ്ലൈ നിങ്ങളുടെ സ്പാം മെയിൽ ബോക്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്പാം മെയിൽ ബോക്സും കൂടെ ഒന്ന് ഇൻബോക്സും കൂടെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടാൽ മതി. ഞാനത് പരിശോധിച്ച് തീർച്ചയായിട്ടും കഴിവതും വേഗം തന്നെ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കാം. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് സന്തോഷകരമായൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.